ഹലോ ആംസൺ ഫാമിലി, ഞാൻ നിൽക്കുന്ന ലൊക്കേഷൻ ട്രിവാൻഡ്രത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്, പൂജപ്പുരയാണ്. അവിടെ ഒരു 50 വർഷം പഴക്കമുള്ള ഒരു പഴയ ഫ്ലാറ്റ്, വളരെ പഴക്കമുള്ളൊരു ഫ്ലാറ്റ്, പഴയ ബിൽഡറാണ്. ഇപ്പോഴും അവർ നല്ലൊരു ബിൽഡറാണ്, ഒരുപാട് ഫ്ലാറ്റുകളൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. അപ്പം അവിടെയാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പം ഇവിടെ ഞാൻ വരാൻ കാരണം ഈ ഫ്ലാറ്റ് ഒന്ന് റെൻറ്റിന് കൊടുക്കണം, റെൻറ്റ് കൂടുതൽ കിട്ടുകയും വേണം. ഇതാണ് രണ്ട് കാര്യം. എന്നാൽ നമുക്ക് ഇവിടുത്തെ വർക്ക് ചെയ്യുമ്പം ഏറ്റവും ചീപ്പായിട്ട് ചെയ്യുകയും വേണം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വർക്കൊക്കെ നോക്കാം, എന്തൊക്കെയാണ് എനിക്ക് ചെയ്യാനുള്ളത്, ഞാനിപ്പോൾ എന്തൊക്കെ ചെയ്തു. വർക്ക് ഓൺ ഗോയിങ് ആണ്. വളരെ ലോ ബഡ്ജറ്റിൽ എന്തൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇപ്പം ഞങ്ങൾക്ക് ചെയ്യാനുള്ള വർക്ക് എന്ന് പറഞ്ഞാൽ ടൈൽ ഫിക്സിങ്, ബാത്റൂമിൻ്റെ ടൈൽസ്, പഴയ ടൈൽസ് എല്ലാം ചേഞ്ച് ചെയ്ത് പുതിയ ടൈൽ ഫിക്സിങ്, കിച്ചണിലെ ഗ്രാനൈറ്റ് ഒക്കെ പഴയ മാർബിൾ എല്ലാം ചേഞ്ച് ചെയ്ത് ഗ്രാനൈറ്റ് വെക്കുക, പുതിയ സിങ്ക് വെക്കുക, ഇലക്ട്രിക്കലിൻ്റെ മോഡിഫിക്കേഷൻസ് എല്ലാം ഉണ്ട്, പെയിൻറ്റിങ് എല്ലാം ഉണ്ട്. ബാക്കി നമ്മുടെ ഡോറിൻ്റെയൊക്കെ ഹിഞ്ചസും അങ്ങനെയുള്ള ഹാർഡ്വെയർ ഫിറ്റിങ്സ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് പുതിയതായിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. പഴയ ലോക്കൊക്കെ മാറി പുതിയ ലോക്സ് എല്ലാം നമ്മൾ ഫിക്സ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഫ്ലോർ ടൈലിൻ്റെ വർക്കുകളെല്ലാം ഏകദേശം കംപ്ലീറ്റ് ആയി. ഞങ്ങൾ ഈ വർക്ക് എടുത്തിട്ട് ഇപ്പം 6 ദിവസം, ഒരാഴ്ച ആയതേ ഉള്ളൂ. ഇപ്പം ഞങ്ങളുടെ അടുത്ത വ്യാഴാഴ്ച ആകുമ്പോൾ നമ്മൾ ഈ ഫ്ലാറ്റ് കസ്റ്റമർ ഡെലിവറി കൊടുക്കും. ടോട്ടൽ ഞങ്ങൾ 15 ഡേയ്സ് ആണ് നമ്മൾ കസ്റ്റമറിനോട് പറഞ്ഞിരുന്നത്. ഇപ്പോൾ 6 ദിവസമായി. ഇനി ഞങ്ങൾക്ക് ഒരു 6-7 ദിവസം ഞങ്ങൾക്ക് ഇനി ഉണ്ട്. അതിനകത്ത് ഞങ്ങൾക്ക് ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളും ചെയ്ത വർക്കുകൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ നിൽക്കുന്ന ലിവിങ് റൂമിലാണ്. ലിവിങ് റൂമിൽ നമ്മളിപ്പോൾ ഇതെല്ലാ ടൈലും, ഈ ഫ്ലാറ്റിലെ എല്ലാ ടൈലും ഇട്ടേക്കുന്നത് 180x80 ടൈലാണ് നമ്മൾ ഇട്ടേക്കുന്നത്. ഈ 180x80 ടൈൽസ് നേരത്തേക്കുള്ള സമയത്ത് ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു, കോസ്റ്റ് കൂടിയ ടൈലായിരുന്നു പണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് നല്ല റേറ്റിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. മാത്രമല്ല ഇത് ഗ്ലോസിയും അല്ല, മാറ്റും അല്ല, ഒരു സെമി ഗ്ലോസിയാണ്. അപ്പം ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. മാത്രമല്ല ഇതൊരു മാർബിൾ ഫിനിഷിലാണ് ഇത് കിടക്കുന്നത്. അപ്പം കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആയിരിക്കും. നമ്മളെപ്പോഴും ടൈല് സെലക്ട് ചെയ്യുമ്പം ഫ്ലോർ ടൈൽ എപ്പോഴും ലൈറ്റ് കളർ ആണെന്നുണ്ടെങ്കിൽ റൂം വലിയ റൂമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ എപ്പോഴും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഫ്ലോർ ടൈൽ എപ്പോഴും നമ്മൾ ലൈറ്റ് കളർ മാത്രമേ മാക്സിമം ചൂസ് ചെയ്യാവൂ. അല്ല എന്നുണ്ടെങ്കിൽ വലിയ ഹോളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു 30x20 അങ്ങനെ വലിയ ഹോളും റൂമൊക്കെ ആണെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡൈനിങ്ങിൻ്റെ ഏരിയയിലോ അല്ലെങ്കിൽ ലിവിങ്ങിൻ്റെ ഏരിയയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ മാച്ചിങ് ആയിട്ട് ഡാർക്ക് കളർ നമുക്ക് ഉപയോഗിക്കുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ ഇതിപ്പോൾ ഏകദേശം 1100 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ഫ്ലാറ്റ് ആണ്. അപ്പോൾ ചെറിയ റൂംസ് ആണ്. നമ്മളെപ്പോഴും ടൈൽ സെലക്ട് ചെയ്യുമ്പോൾ ലൈറ്റ് കളർ ടൈൽ സെലക്ട് ചെയ്താൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. ഇത് കിച്ചണാണ്. കിച്ചണിൽ ഞങ്ങൾ ലാസ്റ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുക. സ്കേർട്ടിങ്ങിൻ്റെ വർക്കാണ് ഇപ്പം ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പം നമ്മുടെ പണിക്കാരെയൊക്കെ ഒന്ന് മാറ്റി വെച്ചേക്കുവാണ്. 1 മിനിറ്റ് ഭായ്, അഭി ബുലായങ്ക 1 മിനിറ്റ്. ടൈലൊക്കെ ഞങ്ങൾ ഏകദേശം ഇന്നുകൊണ്ട് നമ്മുടെ ടൈലിൻ്റെ എൻറ്റയർ വർക്ക് ഞങ്ങൾ ഫിനിഷ് ചെയ്യും. ഇവിടെ ഞങ്ങളിപ്പം കിച്ചണിൽ ഈ വർക്ക്, ഇതൊരു വർക്ക് ഏരിയയും ഇതൊരു കിച്ചണുമാണ്. ഇവിടെ നമ്മൾ രണ്ടിടത്തും ഗ്രാനൈറ്റ്, ബ്ലാക്ക് ഫിനിഷ് ഗ്രാനൈറ്റാണ് കൊടുത്തിരുന്നത്. ഇവിടെ നേരത്തെ പഴയ മാർബിൾ ആയിരുന്നു. ഇപ്പം നല്ല ബ്ലാക്ക് ഫിനിഷ് ഗ്രാനൈറ്റാണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത്. ഇനി ഞങ്ങൾക്ക് ഇവിടെ സിങ്കൊക്കെ ഫിക്സ് ചെയ്യാനുണ്ട്, ഇതൊക്കെ ഒന്ന് പോളിഷ് ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ ഇത് കണ്ടിട്ടുണ്ടല്ലോ, പഴയ ടാപ്പൊക്കെയാണ്, ബ്രാസിൻ്റെ ടാപ്പൊക്കെയാണ്. ഇതൊക്കെ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാനുണ്ട്. അപ്പം ഇതെല്ലാം ഒന്ന് ചേഞ്ച് ചെയ്ത്, അതുപോലെ ഈ പഴയ സ്വിച്ച് ബോർഡ്സൊക്കെ ഞങ്ങൾക്കൊന്ന് ചേഞ്ച് ചെയ്യാനുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഇനി അങ്ങനെയുള്ള വർക്കാണ് ഞങ്ങൾക്ക് ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. പിന്നെ ഈ ഒരു റൂമിൻ്റെ വർക്ക് കഴിഞ്ഞാൽ ഞങ്ങളുടെ ടൈലിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്യും. പിന്നെ ഉള്ള ബാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എപ്പോക്സി ഫില്ല് ചെയ്യാനുണ്ട്. അതിനുള്ള സ്പേസ് എല്ലാം ഞങ്ങൾ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ സിമെൻറ്റ് ഉപയോഗിച്ചിട്ടില്ല. സിമെൻറ്റ് ഇല്ലാതെ തന്നെ നമ്മൾ ടൈൽ അടസീവ് വെച്ചിട്ടാണ് ഈ ടൈൽ മൊത്തത്തിൽ ഒട്ടിച്ചേക്കുന്നത്. ഈ ടൈലിൻ്റെ സൈസ് 180x80 ആണ്. ഇത് ഈ ഫ്ലാറ്റിലെ ഏറ്റവും ചെറിയ ബാത്റൂം, ഏറ്റവും മോശമായ ബാത്റൂമായിരുന്നു. ഇപ്പോൾ അതിനെ നമ്മൾ വളരെ ഭംഗിയാക്കി ടൈൽസ് ഒക്കെ ഒട്ടിച്ച്, ഫ്ലോർ ടൈൽസ് എല്ലാം ഒട്ടിച്ചിട്ടുണ്ട്. ഫ്ലോർ ടൈൽ പ്യുവർ ആൻറ്റി സ്കിഡ് ആണ്, വാൾ ടൈൽ ഗ്ലോസി ഫിനിഷ് ആണ്. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ടൈൽ എന്ന് പറഞ്ഞാൽ 120 cm x 60 cm ടൈലാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോർമലി എല്ലാവരും ടൈൽ ഫിക്സ് ചെയ്യുന്നത് 210, നമ്മുടെ ഡോറിൻ്റെ ആ മെഷർമെൻറ്റിലാണ് നമ്മൾ എപ്പോഴും കൊണ്ട് ഫിക്സ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ അത് നോക്കാതെ നമ്മളൊരു 240 നമ്മൾ കൊണ്ട് ഫിക്സ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആക്ച്വലി 4 ടൈൽ വേണം. അപ്പോൾ 210 കൊണ്ട് വയ്ക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് കട്ട് ചെയ്യേണ്ടി വരും.
അപ്പം അതിന് പകരം നമ്മൾ 240 ഒട്ടിക്കുവാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് 4 ടൈലും ഫുൾ ഹൈറ്റിൽ നമുക്ക് ഒട്ടിക്കാൻ പറ്റും. അത്യാവശ്യം നല്ല ഭംഗി, കാണാനും നല്ല ഭംഗിയാണ്. കാരണം നല്ല ഹൈറ്റിൽ ടൈൽ ഇരിക്കുമ്പോഴത്തേക്ക് കുറച്ച് കാണാനും ഭംഗിയായിരിക്കും. അത് മാത്രമല്ല നമ്മൾ സീലിങ്ങോ ഗ്രിഡ് സീലിങ്ങോ അങ്ങനെയുള്ള സീലിംഗ് എല്ലാം കൊടുക്കുമ്പം നമുക്ക് കറക്റ്റായിട്ട് ഒരു 220 ഒക്കെ വെച്ച് നമ്മൾ സീലിംഗ് ചെയ്യുവാണെങ്കിൽ അതും കറക്റ്റായിട്ട് ഈ ടൈലിൻ്റെ അകത്ത് തന്നെ ഇരിക്കുകയും ചെയ്യും. ആ ഒരു ഭംഗിക്ക് ഒരു കുറവും ഉണ്ടാവത്തുമില്ല. ആമസോണിൽ എല്ലാ സർവീസും അവൈലബിൾ ആണ്. കസ്റ്റമറിന് വേറെ ഒരു ആവശ്യത്തിനും ആരെയും ആശ്രയിക്കേണ്ടി വരത്തില്ല. എല്ലാ കാര്യങ്ങളും ടൈൽ ഫിക്സിംഗ് ആണെങ്കിലും പെയിൻറ്റിങ് ആണെങ്കിലും പ്ലംബിംഗ് ആണെങ്കിലും ഇലക്ട്രിക്കൽ വർക്കാണെങ്കിലും എന്ത് വർക്കാണെങ്കിലും ഞങ്ങളുടെ കമ്പനി തന്നെ ഇതെല്ലാം സർവീസ് കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ട് ക്ലയൻറ്റിന് വേറെ പോയി ഓരോ ആൾക്കാരെ വിളിച്ച് നമുക്ക് കിടന്ന് ഓടേണ്ട ആവശ്യം വരത്തില്ല. അതുപോലെ ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ആണെങ്കിലും എല്ലാ സർവീസും ഞങ്ങൾ തന്നെ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നു.